തിരികെ ചർച്ചയിലേക്ക് ശ്രീജിത്ത് പണിക്കർ. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് അപകടം നടന്ന ആദ്യ മിനിറ്റുകളിൽ അവിടെ മന്ത്രിമാരായ VN വാസവനും മന്ത്രി വീണ ജോർജും എത്തി. അവർ പറഞ്ഞത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, അതിനുള്ളിൽ ആരുമില്ല. അപകടത്തിൽപ്പെട്ട 2 സ്ത്രീകളെ പുറത്തെത്തിച്ചിട്ടുണ്ട്, അവർ സുരക്ഷിതരാണ്, നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അത് പല ആവർത്തി മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. 66 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. അതിനു മുന്നിൽ ഈ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിക്കരുത് എന്നുള്ള ഒരു ബോർഡോ ബാരിക്കേഡോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നിയന്ത്രണമോ അവിടെ ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ അതിനുള്ളിൽ 3 സ്ത്രീകൾ കുടുങ്ങുന്നത്. 2 പേരെ രക്ഷപ്പെടുത്തുമ്പോഴും 3-മത്തെ സ്ത്രീ ശ്വാസം മുട്ടി അതിനുള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ രാവിലെയും അവിടെ പലരും ആ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ചു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അപകടം നടന്ന മണിക്കൂറിൽ ഈ ന്യായീകരണവുമായി വരികയും അതുമൂലം 2.5 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം ഇഴഞ്ഞു നീങ്ങുകയും വൈകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഒരു പാവം വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടമായത്? അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുതരമായ വീഴ്ചയല്ലേ ആ മന്ത്രിമാരുടെ പ്രസ്താവനകളിലൂടെ ഉണ്ടായത്? ജീവൻ നഷ്ടപ്പെടാൻ കാരണം ഒരു പക്ഷേ ആ ഒരു പിന്നോക്കം മാറിയതല്ലേ രക്ഷാപ്രവർത്തനം? രോഹിണി, തീർച്ചയായും. കാരണം അവിടെ ഇത് തകർന്നു വീഴുന്നു, അതൊരു വിഷയം. തകർന്നു വീണതിന് ശേഷം ഉണ്ടായിരിക്കേണ്ടിയിരുന്ന ഇമ്മീഡിയറ്റ് ഫോക്കസ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും പെട്ടുകിടപ്പുണ്ടോ എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു. അത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പ്രതികരണത്തിന് പോലും അവിടെ എത്തിയിരുന്ന മന്ത്രിമാർ തയ്യാറാകേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നുള്ളൂ. കാരണം മന്ത്രിമാർ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മീഡിയ അറ്റൻഷൻ കിട്ടും, എന്താണ് ഇതിൻ്റെ ഇമ്മീഡിയറ്റ് റീസൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാകും. അതെല്ലാം പിന്നീട് ആദ്യം രക്ഷാപ്രവർത്തനം എന്നുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കേണ്ടതായിരുന്നു. അത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആ ഹതഭാഗ്യയായ സഹോദരി ഒരുപക്ഷെ ഇന്ന് നമ്മളോടൊപ്പം പരിക്കുകളോടെയെങ്കിലും സർവൈവ് ചെയ്ത് ഒപ്പം ഉണ്ടാകുമായിരുന്നു. അപ്പൊ അവിടെ ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് ഒരു തരത്തിലല്ല, ഒരുപാട് തരത്തിലാണ്. കാരണം അവിടെ എത്തിയ സമയം മുതൽ മന്ത്രിമാർ 2 പേരും ചെയ്തിരുന്നത് സർക്കാരിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു. അതായത് ഈ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നതായിരുന്നില്ല, അതിന് ബലക്ഷയം ഉണ്ടായിരുന്നു. ഇതിന് ഈ പുട്ടിന് പീരയിടുന്നത് പോലെ തന്നെ വളരെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്ന സൂപ്രണ്ടും ഇതെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബിൽഡിങ്ങിന് കാര്യക്ഷമതയില്ല, ബലക്ഷയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പുതിയ ബിൽഡിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ് എന്നൊക്കെ. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ ബലക്ഷയത്തിനെ കുറിച്ചോ അവിടെ ഉണ്ടായിരിക്കുന്ന അപകടത്തിനെ കുറിച്ചോ പറയുന്നതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി മന്ത്രിമാർ 2 പേരും പറയാനായിട്ട് ശ്രമിച്ചത് കിഫ്ബിയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് അവിടെ നിർമ്മിച്ചിരിക്കുന്ന പുതിയ കെട്ടിടത്തിനെ കുറിച്ചാണ്. അപ്പൊ പുതിയ കെട്ടിടം വരുന്നതിന്റെ സാഹചര്യം എന്താണ്? പഴയ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്നതുകൊണ്ടാണ്. എങ്കിൽ പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ് എന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ പഴയ കെട്ടിടം ഇപ്പോഴും അവിടെ നിൽക്കുന്നത് എന്നതിനെ കുറിച്ച് ഇവരാരും തന്നെ ബോധവടല്ല. താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ അവിടെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ബിൽഡിങ്ങിന് ബലക്ഷയമുണ്ട് എന്നുള്ള ഒരു ധാരണ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പൂട്ടിയിടണമായിരുന്നു. അതിന്റെ എല്ലാ എൻട്രി പോയിന്റുകളും ഇവർ പൂട്ടിയിടണമായിരുന്നു. അവിടെ സെക്യൂരിറ്റിയെ ഡിപ്ലോയ് ചെയ്യണമായിരുന്നു. ആ ബിൽഡിംഗ് തകർന്നു വീണ് കഴിഞ്ഞാൽ അത് എത്ര ദൂരപരിധി വരെ വീഴുമായിരുന്നോ ആ ഏരിയ കോർഡൺ ഓഫ് ചെയ്യണമായിരുന്നു. കാരണം ആൾക്കാരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നതിനാണ് പ്രാഥമികമായിട്ടുള്ള പരിഗണന നൽകേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെ അവിടെ ഒരു അപകടത്തിലാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ബോർഡില്ല. അത് തന്നെയുമല്ല, അവിടെയുള്ള ചില ഡോക്ടർമാർ പ്രതികരിച്ചിരിക്കുന്നതനുസരിച്ച് അവിടെ വാർഡ് പ്രവർത്തിക്കുന്നുണ്ട്. കേവലം ടോയ്ലറ്റ് മാത്രമല്ല, അവിടെ വാർഡുകൾ പോലും ഫുള്ളായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് അവിടെയുള്ള ഡോക്ടർമാർ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് ഈ നുണ പറഞ്ഞത്? ഈ നുണ പറഞ്ഞുകൊണ്ട് ഇത് ഞങ്ങളുടെ ഭാഗത്തുള്ള പ്രശ്നമല്ല, അവിടേക്ക് ആൾക്കാർ കടന്നു കയറിയതാണ് എന്നാണ് മന്ത്രി ശ്രീ വാസവൻ പറഞ്ഞത്. അതായത് അവിടെ പ്രവർത്തനം ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ പ്രവേശനമില്ല, എന്നിട്ടും അവിടെ ആൾക്കാർ കടന്നു കയറിയിരിക്കുന്നതാണ് എന്ന് വെച്ചാൽ അതിൽപ്പെട്ട ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വയം പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന രീതിയിലത്തേക്ക് ഷിഫ്റ്റിംഗ് ഓഫ് ബ്ലെയിം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി കൂടി അവരവിടെ ശ്രമിച്ചിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ടോയ്ലറ്റ് അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവിടെയുള്ള രോഗികൾ പറയുന്നുണ്ട്, രോഗികളുടെ കൂട്ടിരിപ്പുകാർ പറയുന്നുണ്ട്. ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും മിനിമം അതിൽ വെള്ളം ഉണ്ടായിരിക്കണം. അപ്പൊ അബാൻഡൻ ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അവിടെ വെള്ളത്തിന്റെ തുടർച്ചയായിട്ടുള്ള ലഭ്യത അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതേപോലെ തന്നെ MLA അവിടെ എത്തിയിരുന്ന ശ്രീ ചാണ്ടി ഉമ്മൻ ചോദിച്ചിരിക്കുന്നത് പോലെ അതിലിപ്പോഴും ലൈറ്റ് കത്തിക്കിടപ്പുണ്ടല്ലോ പല സ്ഥലത്തും എന്ന് ചോദിക്കുന്നുണ്ട്. അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നില്ല അത് എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അവിടെ ഇപ്പം മന്ത്രി ന്യായീകരിക്കാനായിട്ട് സ്വയം പറയുന്നത് എന്താണ്? അവിടെ വന്നിരുന്ന സമയത്ത് ഞാനൊരു കൂടിക്കാഴ്ചയൊന്നും തന്നെ ആരോടും നടത്തിയിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവരോട് സംസാരിച്ചതിന് ശേഷം അവർ പറയുന്ന കാര്യം അതേപടി ഞാൻ അങ്ങോട്ട് പറയുകയായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരോഗ്യമന്ത്രിയായിട്ട് നല്ലൊരു തത്തമ്മയെ മതി. ഒരാൾ പറയുന്ന കാര്യത്തിനെ വീണ്ടും പാരറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല ഒരു ആരോഗ്യമന്ത്രി ശ്രമിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തയ്യാറായില്ല എന്നത് മാത്രമല്ല, അവിടെ കിഫ്ബി വഴി ഉണ്ടായിരിക്കുന്ന കൂടുതലായിട്ടുള്ള
നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാചാലയാകുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രി ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തനം വൈകിച്ചു എന്നുള്ളതാണ്. അത് കേവലം ചാണ്ടിയുമ്മൻ മാത്രമല്ല, അവിടെയുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളടക്കം അവിടെ ആവശ്യപ്പെട്ടതാണ് ഈ അവശിഷ്ടങ്ങൾക്കടിയിൽ ആരെങ്കിലും പെട്ടുകിടപ്പുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക. അപ്പോൾ ആ സമയത്ത് എന്തോ ത്രികാല ജ്ഞാനമുള്ളതുപോലെ, ലേസർ ഐ ഉള്ളതുപോലെയാണ് മന്ത്രി വാസവനൊക്കെ തന്നെ പ്രതികരിക്കുന്നത്. ഇല്ല, അവിടെ ആരുമില്ല, അവിടെ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവർ പരിക്കുകളോടെ, അതും സാരമല്ലാത്ത പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അല്പം മുമ്പ് ഈ ബലക്ഷയത്തിനെ കുറിച്ച് ഈ സൂപ്രണ്ടിന്റെ പ്രതികരണം നോക്കൂ. ബലക്ഷയമുണ്ട് എന്ന് കരുതി ഉടനെ ആ കെട്ടിടം ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിന്റെ ചുരുക്കം. അപ്പോൾ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെങ്കിൽ അതിന്റെ അപകടം എന്താണ്? ആ കെട്ടിടത്തിന് ബലമില്ല, അത് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ വരുന്ന ആൾക്കാരെ, അവിടെയുള്ള കിടപ്പ് രോഗികളെ പോലും അവിടെ നിന്ന് മാറ്റാൻ തയ്യാറല്ലാതെ, പുതിയൊരു കെട്ടിടം ഉണ്ടാകുന്നത് വരെ ഈ കെട്ടിടം ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ ഒരു പ്രായോഗിക മാർഗവും ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഒരു മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സുരക്ഷിതത്വമാണ് ഒരു മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സ തേടി വരുന്ന ഒരാളിന് നമ്മുടെ സർക്കാരിന് നൽകാനായിട്ട് സാധിക്കുക? അപ്പൊ എന്തൊരു കാര്യം പറയുന്ന സമയത്ത് മന്ത്രി വീണ ജോർജ് പറയുന്നത് ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നാണ്. നിങ്ങൾക്ക് ആശുപത്രിയിൽ വാങ്ങി വെക്കാൻ മരുന്നില്ല എങ്കിൽ, സർജറിക്ക് വേണ്ടുന്ന ഉപകരണങ്ങളില്ല എങ്കിൽ എല്ലാ കാര്യത്തിനും സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ആരാണ് ഈ സിസ്റ്റം? ഞാനും അപ്പനും സുഭദ്രയും ചേരുന്ന ട്രസ്റ്റ് എന്ന് പറയുന്നത് പോലെ ആ സിസ്റ്റം എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. ഇത് ഞാൻ ഉൾപ്പെടുന്ന സിസ്റ്റം അല്ല, മറ്റെന്തോ ആണ്, ഇതെന്തോ ഇല്യൂമിനാറ്റി പോലെ പ്രവർത്തിക്കുന്ന എന്തോ ആണ് എന്ന ധാരണയിലാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. മന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട്, മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്. ആ ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രിയായിട്ടുള്ള ഇവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുവെന്ന് CPM-കാർ തന്നെ പറയുന്ന VN വാസവന് ഉത്തരവാദിത്തമുണ്ട്, അവിടെയുള്ള സൂപ്രണ്ടിന് ഉത്തരവാദിത്തമുണ്ട്, എല്ലാ ആൾക്കാർക്കും ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ അവിടെ വരുന്ന നാളായിട്ട് അവിടെ വന്ന് ചികിത്സ തേടിയിട്ടുള്ള, ആ കെട്ടിടത്തിലേക്ക് ഇപ്പൊ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും വന്നിരിക്കുന്ന ആൾക്കാരോട് ഇത്രയും കാലം ആ കെട്ടിടം അപകടത്തിലാണ്, അതിന് ബലക്ഷയമുണ്ട് എന്നുള്ള സത്യാവസ്ഥ പറയാതെ ഇവരെല്ലാവരും തന്നെ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ചതിക്കുകയായിരുന്നു. ആ ചതിയുടെ അവസാനമാണ് ഇന്ന് ഒരു സ്ത്രീ, അവിടെ എത്തിയ സ്ത്രീ, അവരുടെ ജീവൻ പോയത് എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല, അവരത് അറിയാനുള്ള ഒരു സമയം അവർക്ക് കിട്ടിയോ എന്ന് പോലും നമുക്കറിയില്ല. ഇങ്ങനെ ഒരു അപകടത്തിൽ പെടുകയാണ് എന്നതിനെ കുറിച്ച്, അങ്ങനെ ഒരാളിന്റെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും ഒരു അപകട മരണം എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. ഒരു ആശുപത്രിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ രോഗികളാണെങ്കിലും കൂട്ടിരിപ്പുകാരാണെങ്കിലും അവർക്ക് ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അവിടെ ഉപയോഗിക്കണം. അപ്പൊ അതിനു വേണ്ടിയിരുന്ന സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകണം. ആ സംവിധാനങ്ങൾ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഈ മുക്കിനും മൂലയ്ക്കും ഒക്കെ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് എഴുതി വെക്കുന്നതിനാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹം സർക്കാരിനോട് വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം പറയുന്ന സമയത്ത്, ഒരു വിസിൽ ബ്ലോവറെ പോലെ പ്രവർത്തിക്കുന്ന സമയത്ത് മാർക്ക് ആന്റണി പ്രസംഗം കണക്കെ അദ്ദേഹത്തിനെ ഒരു തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയും മറ്റൊരു തരത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്തോ മഹാപരാധമാണ് എന്ന് പറയുകയും ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ഈ നമ്പർ 1 കേരളം എന്ന് പറയുന്ന അതിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. നമ്മൾ നോക്കുക, CPM-ന്റെ പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നോക്കുക. ഇവിടെ കോവിഡ് വരുന്ന സമയത്ത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ പോലും വിറങ്ങലിച്ച് നിന്നിരുന്ന സമയത്ത് അതിനെ സധൈര്യം നേരിട്ട സംസ്ഥാനം എന്നാണ്. ഇതോ ഇങ്ങനെയാണോ സധൈര്യം നമ്മൾ നേരിടുന്നത്? ഈ രീതിയിലത്തേക്ക് ടോയ്ലറ്റ് തകർന്നു വീണ്, കെട്ടിടം തകർന്നു വീണ് ആൾക്കാർ മരണപ്പെടുന്ന രീതിയിലത്തേക്കുള്ള സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് എങ്കിൽ ഇവിടെ സുരക്ഷയ്ക്ക്, ആരോഗ്യ സുരക്ഷ എന്നല്ല, ഏറ്റവും മിനിമം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് സുരക്ഷിതമായിട്ട് അവിടുത്തെ ഫെസിലിറ്റികൾ ഉപയോഗിക്കാൻ പോലും നിങ്ങൾക്ക് അതിന് ഉറപ്പ് നൽകാനായിട്ട് നിങ്ങൾക്ക് ഈ സംവിധാനം കഴിയുന്നില്ല. അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സംവിധാനം കൊണ്ട് പിന്നെ പ്രയോജനം എന്താണ്? പിന്നെ ഈ മന്ത്രി എന്തിനാണ്? പിന്നെ ഇതിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥർ എന്തിനാണ്? അപ്പൊ ഇത് എല്ലാ ആൾക്കാരും ഉണ്ടായിട്ടും ഈ ഒരു ബിൽഡിങ്ങിന് ബലക്ഷയമുണ്ട് എന്ന് പറഞ്ഞിട്ടും ഈ സൂപ്രണ്ടിന്റെയൊക്കെ ചിന്ത പോകുന്ന ഏത് രീതിയിലാണെന്ന് നോക്കൂ. ഇത് വലിയ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് 8 നില. ഒന്നാലോചിച്ച് നോക്കണേ, ഒരു 8 നില കെട്ടിടം നിർമ്മിക്കുന്നത് എന്തോ ഇന്റർനാഷണൽ പദ്ധതിയാണെന്നുള്ള രീതിയിലത്തേക്കാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള പണത്തിനെ കുറിച്ച് അദ്ദേഹം എന്തിനാണ് worried ആവുന്നത്? അത് അപ്രൂവ്ഡ് ആണെങ്കിൽ അത് മുറയ്ക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതല്ലാതെ അതിന്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി അദ്ദേഹം പറയണ്ട. അദ്ദേഹം സർക്കാരിനോടാണ് ഇത് പറയേണ്ടത്. നോക്കൂ, ഇവിടെ ഒരു കെട്ടിടം ബലക്ഷയമുള്ളതാണ്, ഇത് പ്രവർത്തിക്കാൻ ഇതിൽ കഴിയുകയില്ല, അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലം ഞങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടണം, അതല്ല എങ്കിൽ ഞങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഞങ്ങളുടെ ഫെസിലിറ്റി റാം ഡൗൺ ചെയ്തേ മതിയാകൂ എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊന്നുമില്ലാതെ ഈ വരുന്ന എല്ലാ തിരക്കിനെയും ഉൾക്കൊള്ളുന്ന ബൃഹത്തായിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് മാറുകയും അവിടെ ആൾക്കാരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി എന്ന് പറയുന്ന ഒരു നെസസിറ്റിയെ പൂർണ്ണമായിട്ടും കോംപ്രമൈസ് ചെയ്തുകൊണ്ടായിരുന്നു ഇത്രയും കാലം അവിടെ നിന്നിരുന്നത്. ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഇന്നലെ
ഒരുപക്ഷെ ഇതേ സമയത്ത് ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്ന അവിടുത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചിരുന്ന എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആൾക്കാരാണ്. ഹതഭാഗ്യമായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു സഹോദരി അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. എത്രയോ ആൾക്കാർ തിരക്ക് കൂടുതൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ അപകടം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. അപ്പൊ അതിനെ ലാഘവ ബുദ്ധിയോടുകൂടി കാണേണ്ടുന്ന ഒരു കാര്യമല്ല. ഒരാൾ പറഞ്ഞിരിക്കുന്നതിനെ ഞാൻ റിലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്മിറ്റർ ആണ് എന്ന് മന്ത്രി സ്വയം പറയുകയല്ല വേണ്ടത്. അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യണം. ആ അക്കൗണ്ടബിലിറ്റി തുടരുന്നത് ബോട്ടം അപ്പ് അല്ല, ടോപ്പ് ഡൗൺ ആണ്. മന്ത്രിക്കാണ് അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ചാണ്ടി ഉമ്മൻ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ ആരുടെയെങ്കിലും തലയിൽ ഉത്തരവാദിത്വം കെട്ടിവെക്കുകയല്ല വേണ്ടത്. മന്ത്രി വീണ ജോർജ് ധാർമ്മികമായിട്ടും കർത്തവ്യത്തിലും ഉണ്ടായിരിക്കുന്ന അവരുടെ തെറ്റിനെ മുൻനിർത്തിക്കൊണ്ട് രാജിവെക്കാനായിട്ടാണ് തയ്യാറാകേണ്ടത്. അതെ.